ഹലോ, ഇനി നമുക്ക് പരിപ്പുവട റെസിപ്പി നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ 2 കപ്പ് പരിപ്പെടുത്തുനിന്ന് 4 മണിക്കൂർ കുതിർക്കാനിട്ടിട്ടുണ്ട്. ഇനി ഇതൊരു 4 മണിക്കൂർ കുതിർന്നതിന് ശേഷം നമുക്കിതിന് വെള്ളമെല്ലാം കളഞ്ഞ് മാറ്റി വെക്കണം. അതിനായിട്ട് ഞാനിവിടെ ഇപ്പോൾ ഒരു അരിപ്പ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി എല്ലാ എക്സസ് വാട്ടറും പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിത് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കണം. നല്ല പേസ്റ്റ് പരുവത്തിലാക്കി എടുക്കരുത്. മിക്സിയിലിട്ടൊന്ന് പൾസ് ചെയ്തെടുത്ത് തരി തരിയായിട്ട് അടിച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, പിന്നെ കുറച്ച് വറ്റൽമുളക് ക്രഷ് ചെയ്തത്, കുറച്ച് കായപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. നിങ്ങളുടെ കയ്യിൽ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ സവോളയ്ക്ക് പകരം അത് യൂസ് ചെയ്യാം. ഇനി ഇത് ചെറിയ ബോളുകളാക്കിയിട്ട് നമ്മുടെ കൈകൊണ്ട് പരിപ്പുവടയുടെ ഷേപ്പിലൊന്ന് പരത്തിയെടുക്കാം. ഇനി എണ്ണ നല്ലപോലെ ചൂടാക്കിയതിന് ശേഷം പരത്തിയെടുത്ത പരിപ്പുവടയൊക്കെ നമുക്ക് അതിലിട്ടൊന്ന് വറുത്തെടുക്കാം. എണ്ണ നന്നായി ചൂടായതിന് ശേഷം മാത്രമേ ഇടാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ പരിപ്പുവട പൊടിഞ്ഞു പോകും. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മുടെ പരിപ്പുവടയൊക്കെ ഇവിടെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.